സൊമാലിയയിൽ തുർക്കി നടത്തിയ ഇടപെടലിന് പകരമായി $1 ബില്യൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉഗാണ്ട സൈനിക മേധാവിയായ മുഹൂസി കൈനരുഗാബ. അത് മാത്രം പോരാ, തനിക്ക് ഭാര്യയായിട്ട് ഏറ്റവും സുന്ദരിയായ തുർക്കി യുവതിയെയും നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൊമാലിയയിൽ തീവ്രവാദ വിരുദ്ധ ദൗത്യങ്ങളിൽ ഉഗാണ്ട വർഷങ്ങളായി നൽകിയ സൈനിക സംഭാവനയ്ക്ക് പ്രതിഫലമായിട്ടാണ് ഇപ്പോൾ $1 ബില്യൺ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നേരത്തെ 2022 ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വാർത്താ പ്രാധാന്യം നേടിയ ആളുമാണ് മുഹൂസി കൈനരുഗാബ. ഉഗാണ്ടൻ ആർമി ചീഫ് ജനറൽ ആയ മുഹൂസി കൈനരുഗാബ പ്രസിഡന്റായ യോവേരി മുസവേനിയുടെ മകനുമാണ്. ഉഗാണ്ടയുടെ സൈനിക മേധാവി തുർക്കിയിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൊമാലിയയിലെ ഇസ്ലാമിക തീവ്രവാദികളെ നേരിടുന്നതിനായി ഉഗാണ്ട ദീർഘകാലമായി നൽകിയ സൈനിക സംഭാവനകൾക്ക് പ്രതിഫലമായി $1 ബില്യൺ നൽകണമെന്നാണ് കൈനരുഗാബയുടെ ആദ്യത്തെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. തുർക്കിയിലെ ഏറ്റവും സുന്ദരിയായ ഒരു യുവതിയെ കൈമാറുക, അവരെ താൻ വിവാഹം കഴിക്കും എന്നാണ് പറയുന്നത്. അതേസമയം തുർക്കി തങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഉഗാണ്ടൻ തലസ്ഥാനമായ കമ്പാലയിലുള്ള തുർക്കി എംബസി അടച്ചു പൂട്ടുമെന്നും മുഹൂസി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സൊമാലിയയിലെ അടിസ്ഥാന സൗകര്യ ഇടപാടുകളിൽ നിന്നും രാജ്യ തലസ്ഥാനമായ മൊഗാദിഷുവിലെ തുറമുഖത്തിന്റെയും എയർപോർട്ടിന്റെയും പ്രവർത്തനങ്ങളിൽ നിന്നും തുർക്കി വലിയ ലാഭം നേടുന്നു എന്നും മുഹൂസി എക്സിൽ ആരോപിച്ചിരുന്നു. അതേസമയം തീവ്രവാദി സംഘടനയായ അൽ ഖ്വയ്ദയുടെ സഹോദര സംഘടനയായ അൽ ഷബാബിന്റെ തീവ്രവാദികളെ നേരിടുന്നതിന് ഉഗാണ്ട വലിയ ചെലവാണ് വഹിച്ചതെന്നും മുഹൂസി പറയുന്നു. അതിനാൽ തുർക്കിയിൽ നിന്നും സുരക്ഷാ ലാഭവിഹിതം എന്ന നിലയിൽ $1 ബില്യൺ വേണമെന്നാണ് മുഹൂസിയുടെ ആവശ്യം. മുഹൂസി കൈനരുഗാബയുടെ ആവശ്യം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം ഇതേപോലെയുള്ള ലൈംഗികത നിറഞ്ഞ വിചിത്രമായ ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതാദ്യവുമല്ല. നേരത്തെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ വിവാഹം കഴിക്കുന്നതിന് പകരമായി കൈനരുഗാബ 100 പശുക്കളെ അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ആവശ്യം നിരസിച്ചാൽ ഇറ്റലി ആക്രമിക്കും എന്നുമുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ അന്നത്തെ വിവാദത്തിൽ മുസവേനി പൊതുവായി ഒരു ക്ഷമാപണം നടത്തുകയും തന്റെ മകനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ഇറാൻ ആക്രമണത്തിനിടെ ഇസ്രയേലിന് 1 ലക്ഷം സൈനികരെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുനൽകാമെന്നും മുഹൂസി നേരത്തെ അറിയിച്ചിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സ്ത്രീകളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നും മുഹൂസി കൈനരുഗാബ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ 2 ആവശ്യങ്ങളും. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കമ്പാലയിലെ തുർക്കി എംബസി അടച്ചുപൂട്ടൽ, തുർക്കിഷ് എയർലൈൻസിന് വിലക്ക് ഏർപ്പെടുത്തൽ, നയതന്ത്ര ബന്ധ വിച്ഛേദം തുടങ്ങിയ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിയും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഉഗാണ്ടയിൽ 1986 മുതൽ അധികാരത്തിലിരിക്കുന്ന ആളാണ് പ്രസിഡന്റ് യോവേരി മുസവേനി. കഴിഞ്ഞ ജനുവരിയിൽ 7ാം തവണയും ജനവിധി തേടിയപ്പോൾ രാജ്യത്തെ ടെലിഫോൺ ഇന്റർനെറ്റ് ബന്ധങ്ങളെല്ലാം കട്ട് ചെയ്തിരുന്നു. അങ്ങനെ 81 വയസ്സുള്ള മുസവേനി വീണ്ടും അധികാരം നിലനിർത്തുകയും ചെയ്തു. തനിക്കെതിരായി നിൽക്കുന്നവരെ ജയിലിൽ അടച്ച് ക്രൂരമായി മർദ്ദിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെയും മകന്റെയും രീതി. പ്രതിപക്ഷ നിരയിലെ പ്രമുഖനും മുതിർന്ന നേതാവുമായ കേണൽ കിസ്റ്റ ബെസ്നെ വർഷങ്ങളായി ജയിലിലാണ്. ഫോറം ഫോർ ഡെമോക്രാറ്റിക് ചേഞ്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായ അദ്ദേഹം 2001, 2006, 2011, 2016 വർഷങ്ങളിലെ ഉഗാണ്ട പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. മുസവേനി ഏകദേശം 40 വർഷമായി ഉഗാണ്ടയെ അടക്കി ഭരിക്കുകയാണ്. അധികാരത്തിൽ തുടരാൻ നിയമങ്ങൾ എല്ലാം മാറ്റിയെഴുതി. പ്രസിഡന്റിന്റെ കാലാവധിയും പ്രായപരിധിയും എല്ലാം റദ്ദാക്കി. എതിരാളികളെല്ലാം ജയിലിലാക്കി. ഭരണകക്ഷിയായ നാഷണൽ റെസിസ്റ്റന്റ് മൂവ്മെന്റ് ഉന്നത പദവികളിൽ അദ്ദേഹത്തിന് ശേഷം നേതാക്കൾ വേറെ ആരുമില്ല. പ്രസിഡന്റിന്റെ മകനും സൈനിക തലവനുമായ മുഹൂസി കൈനരുഗാബ അച്ഛന് ശേഷം പിൻഗാമിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.